ആ വേദിയെ നന്നായി ഉപയോഗിച്ചത് നരേന്ദ്രമോദിയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്, BJP ആണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ഇന്ന് സംഭവിച്ചത്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ 10 മണിക്ക് വന്ന് ആ വേദിയിൽ കയറിയിരുന്നു. ആ വേദിയിൽ കയറിയിരുന്നിട്ട് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കി. മുദ്രാവാക്യം മുഴക്കുന്ന സമയത്ത് അതിൻ്റെ അപകടം മനസ്സിലാക്കുന്ന ആരാണ്? മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇടുകയാണ്, വീഡിയോ ഇടുകയാണ്. നോക്കൂ, ഇവിടെ ധനമന്ത്രി അടക്കമുള്ള ആളുകൾ താഴ്ത്തിരിക്കുമ്പോൾ അയാൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറയുന്നത് അതൊരു രോദനമാണ്. ഇത് ഭീഷണിയല്ല, രോദനമല്ല കേട്ടോ, ദീനരോധനമാണ്. കാരണം എന്താ അറിയോ, യു ക്രിയേറ്റഡ് ദ സിറ്റുവേഷൻ. നിങ്ങളല്ലേ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടോ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത്? നിങ്ങൾ വിളിച്ചതല്ലേ? അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഒന്നും ഇല്ല കേട്ടോ. ഈ പദ്ധതി പൂർത്തിയായിട്ടുമില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി എന്താ പ്രസംഗിച്ചിരിക്കുന്നത്? 2028 ഞങ്ങൾ ഇത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സമ്മർദ്ദവും ഇല്ല കേന്ദ്രത്തിൽ നിന്ന്. പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. ഞാൻ വെറുതെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇതിപ്പം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണല്ലോ ബംഗാൾ, പശ്ചിമ ബംഗാൾ കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. അവിടെ മമതാ ബാനർജിയാണ് ഈ പറയുന്ന ഒരു തുറമുഖം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. മമതാ ബാനർജി ഈ പറയുന്ന പ്രധാനമന്ത്രി അവിടെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം മമതാ ബാനർജിയുടെ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന ആളാ. ഇന്നും ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് 4 വർത്തമാനം മോദിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഈ പറയുന്ന മമതാ ബാനർജിയാണ്. അതിനൊന്നും ഇല്ലേ? മമതാ ബാനർജി ആ രാഷ്ട്രീയം നോക്കും. അവിടെ ഇങ്ങനൊരു സാഹചര്യം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നുണ്ടാക്കുന്ന ഒരു വലിയ ഗരിമയുണ്ട്. ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ സംഭവബഹുലമായൊരു കാര്യം സംഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. എന്താ, ഇലക്ഷൻ ഇയർ ആണ്. ആ ഇലക്ഷൻ ഇയറിൽ വിഴിഞ്ഞം ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാവുന്നൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? VD സതീശൻ ആ പരിപാടിയിൽ നിർബന്ധമായും ഉണ്ടാകും. കാരണം പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ആ പരിപാടി നടത്തുക. അവിടെ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമില്ല, ഒരു സമ്മർദ്ദത്തിൻ്റെയും പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവുകയുമില്ല, ഈ പരിപാടി ഉണ്ടാവില്ല. കാരണം ഒരു പ്രോട്ടോക്കോൾ നിർബന്ധവുമില്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ പരിപാടിയിലേക്ക് വിളിക്കണം. ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാം അല്ലേ? അപ്പോൾ പിണറായിക്ക് ചെയ്യാവുന്നതും VD സതീശന് പങ്കെടുക്കാവുന്നതുമായ ഒരു പരിപാടി നേരെ കൊണ്ടുപോയി നരേന്ദ്രമോദിയിലോട്ട് കൊടുത്തു. എന്നിട്ട് നരേന്ദ്രമോദി വന്നിട്ട് എന്താ ചെയ്തത്? ഇന്ത്യ മുന്നണിയുടെ ഉറക്കം കെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയൊന്നും പിടിച്ചുലയ്ക്കാനല്ല നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുള്ളത്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചിട്ടില്ല, പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടില്ല, ശശി തരൂരിനെ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ജനങ്ങളോട് പറഞ്ഞ എന്താ, നോക്കൂ ഇവിടെ ഇന്ത്യ മുന്നണിയാണ്, അത് UDFും LDFും ആണ്, രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ വികസനം നടത്തുന്നു. അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയം പ്രശ്നമേ അല്ല, കേരളത്തിൻ്റെ വികസനമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുദ്രാവാക്യം, വികസിത കേരളം. അവിടെ രാഷ്ട്രീയമേ ഇല്ല, ഞങ്ങളിത് രാഷ്ട്രീയം നോക്കാതെ കേരളത്തിനെ സഹായിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി മൂപ്പര് നടത്തിയിട്ടാണ് ഇവിടുന്ന് പോയത്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. എന്താണ് സെൻറ്റ് ജോർജ് പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട് പാപ്പയായിട്ടുള്ള ബന്ധവും അങ്ങോട്ട് പറഞ്ഞു. മാർപ്പാപ്പയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമടക്കമുള്ള എന്താ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്? ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് BJPയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലും പറയാൻ മറന്നു പോകാതെ വളരെ ഭംഗിയായിട്ടാണ് നരേന്ദ്രമോദി ആ വേദി ഉപയോഗിച്ചത്. ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ എന്താ പ്രശ്നം? CPMനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോളോട്ട് വലുതായിരിക്കും. CPMന് ഇവിടെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം രാഷ്ട്രീയമായി ഈ കാര്യം CPMന് ഗുണം ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ രീതിയിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കാൻ പുറത്തുനിന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിപ്പോൾ CPMൻ്റെയും BJPയുടെയും ഒരു പരിപാടിയായിട്ട് ഒരു നറേറ്റീവ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും പറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിലൂടെ എന്താണോ സംസ്ഥാന സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന LDFും ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം പാളുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. പ്രധാനമന്ത്രി ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തതിലൂടെ അതിന് ലഭിച്ചിരിക്കുന്ന ദേശീയ പ്രാധാന്യം ചെറുതാണോ? എത്ര വലിയ ദേശീയ പ്രാധാന്യമായി കിട്ടിയിരിക്കുന്നത്? ഇന്ന് ഇതേ എന്താണ് വന്ന് പറഞ്ഞിരിക്കുന്നത്, ഗുജറാത്തിൽ പോലുമില്ല ഇത്രയും വലിയ പ്രോജക്റ്റ്, ഇത്രയും വലിയൊരു തുറമുഖം എന്ന് നരേന്ദ്രമോദി വന്ന് പറയുകയാണ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഈ ട്രാൻസ്ഷിപ്പ് ടെർമിനൽ എന്നുള്ളത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ, അത് സിംഗപ്പൂരിനെ ആണെങ്കിലും അത് സലാലയാണെങ്കിലും ദുബായ് ആണെങ്കിലും കൊളംബോ ആണെങ്കിലും അവരുടെ ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നൊരു പ്രോജക്റ്റാണ്.
അപ്പോൾ ആ പ്രോജക്റ്റിന് വലിയ ദേശീയ പ്രാധാന്യം കിട്ടുക, അന്തർദേശീയ പ്രാധാന്യം കിട്ടുക എന്നുള്ളത് ഈ പ്രോജക്റ്റിൻ്റെ ഒരു പബ്ലിക് റിലേഷൻസിൻ്റെ കൂടെ ഭാഗമാണ്. പ്രധാനമന്ത്രി ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ലഭിക്കുന്നൊരു പ്രചാരം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. 100% ഞാൻ യോജിക്കുന്നു. നമ്മുടെ ദേശീയപാതകൾ വികസിക്കുന്നു, അതുവഴിയുള്ള കണ്ടെയ്നർ റോഡുകളിലൂടെ കണ്ടെയ്നർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ചർച്ചയുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് VS അച്യുതാനന്ദനിലും AK നായനാരിലും അതേപോലെ തന്നെ സ്വാഭാവികമായും K കരുണാകരനിലേക്കും ഒക്കെ പോകേണ്ടതാണ് എന്ന് തന്നെയാണ്, MV രാഘവനിലേക്കും ഒക്കെ പോകേണ്ടതെന്നാണ് എൻ്റെ ടേക്ക്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ.